ഹലോ ഗ്രേറ്റ് മീഡിയസിലേക്ക് സ്വാഗതം. മമ്മൂട്ടി നായകനായി എത്തിയ രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത ഭ്രമയുഗം ഓസ്കാർ വേദിയിൽ പ്രദർശിപ്പിക്കാൻ പോകുന്നു. ഇത് ഓരോ മലയാളിയെ സംബന്ധിച്ചിടത്തോളം എന്ന് മാത്രമല്ല, ഓരോ ഇന്ത്യക്കാരനെ സംബന്ധിച്ചിടത്തോളവും അതൊരു മഹത്തായ കാര്യമാണ്. സിനിമയെ ബേസ് ചെയ്തിട്ട് ഒരു ഇന്ത്യൻ സിനിമയ്ക്ക് ലഭിക്കുന്ന വലിയ അംഗീകാരം എന്ന് തന്നെ പറയാം. പക്ഷേ പലരും ഈ ഒരു സിനിമയെ വേണ്ട രീതിയിൽ അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. ഇവിടെ നമുക്ക് കേരളത്തിൽ പോലും, അതായത് പ്രേക്ഷകരിൽ നിന്ന് പോലും നമുക്ക് ലഭിച്ചിരിക്കുന്നത് അത്ര മോശമായിട്ടുള്ള ഒരു പരിഗണന എന്ന് തന്നെ പറയാം. ഇത്ര മികച്ച ഒരു സിനിമ എല്ലാവരും കറകളഞ്ഞ് പറയുകയാണെങ്കിൽ നല്ല സിനിമ, ഗംഭീര സിനിമ, മികച്ച പ്രകടനം, എല്ലാം കൊണ്ടും സൂപ്പർ എന്നുള്ള ലെവലിൽ പറഞ്ഞ ചിത്രമാണ് എന്നോർക്കുക. എന്നിട്ട് പോലും ആ സിനിമയ്ക്ക് 100 കോടി നേടാൻ കഴിഞ്ഞില്ല. 100 കോടി എന്ന് പറയുന്ന ഒരു കാശിൻ്റെ ബേസിലല്ല, ഇതിന് അർഹമായ ഒരു കാര്യമായിരുന്നു. 100 അതിന് മുകളിൽ നേടേണ്ടതാണ്. പ്രേക്ഷകൻ്റെ കയ്യിൽ നിന്ന് ലഭിച്ച ആദ്യ അവഗണന അതുതന്നെയാണ്. പറഞ്ഞു വരുന്നത് അവഗണനയുടെ മമ്മൂട്ടി യുഗം തന്നെയാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 10, 15, 20, 25 വർഷം നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ മമ്മൂട്ടി എത്രത്തോളം അവഗണിക്കപ്പെട്ട നടനാണ് എന്നും നോക്കാം. തൻ്റെ സമകാലീനർ എന്ന് മാത്രമല്ല, ഇന്നും നിൽക്കുന്ന ഏത് നടനെ വെച്ച് നോക്കിയാലും ഒരു പിടി മുന്നിൽ അല്ലെങ്കിൽ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് മമ്മൂട്ടി തന്നെയാണ്. ബാക്കിയുള്ള നടന്മാർ മോശമാണെന്നോ മമ്മൂട്ടിയേക്കാൾ നന്നായിട്ട് അഭിനയിക്കുമെന്നോ ഇല്ലെന്നോ ഒന്നുമല്ല പറഞ്ഞു വരുന്നത്. അവരെല്ലാം അവരവരുടെ പാർട്ട് ചെയ്യുമ്പോൾ മമ്മൂട്ടി സ്വന്തമായി അദ്ദേഹത്തിൻ്റെ പാർട്ട് ചെയ്തിട്ടും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും അവഗണന തന്നെയാണ് ലഭിക്കുന്നത്. എന്തിന്? കേരളത്തിലെ ഒരു അവാർഡിന് പരിഗണിക്കുമ്പോൾ അല്ലെങ്കിൽ പ്രേക്ഷകൻ്റെ മനസ്സിൽ അതിൽ ഒരു അവഗണന ഉണ്ടാകാറുണ്ട്. അവാർഡ് ജൂറിയിലുണ്ടാകാറുണ്ട്. ദേശീയ അവാർഡ് പുരസ്കാരത്തിന് പോകുമ്പോൾ അവിടെയും എല്ലായിടത്തും മമ്മൂട്ടിക്ക് അവഗണന വരാറുണ്ട്. മതമോ ജാതിയോ രാഷ്ട്രീയമോ എന്തൊക്കെയാണ് എന്നുള്ളത് ഇതിൻ്റെ പിന്നിൽ പലർക്കും പല കഥകളും പറയാറുണ്ട്. പക്ഷേ അവസാനമായി ഒരു കുറ്റിയിൽ നമുക്ക് കെട്ടാൻ വേറെ ഒന്നുമല്ല അവഗണന എന്നുള്ളത്. ഇവിടെ എടുത്തു പറയാവുന്ന ഒരു കാര്യം, ഒരുത്തൻ്റെയും ഔദാര്യം വേണ്ട, അംഗീകാരം താനെ എത്തും. ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, നന്നായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, തീർച്ചയായും അത് പിടിവിടാതെ മുന്നോട്ട് തുടരുന്നതുകൊണ്ട് അത് അംഗീകാരം എത്തും എന്നുള്ളതാണ്. അതിനൊരു ഉദാഹരണം കൂടിയാണ് ഈ ഒരു സിനിമ. കേരളത്തിൽ പോലും ഈ സിനിമയ്ക്ക് സംസ്ഥാന അവാർഡ് വരുമ്പോൾ പലരും പല കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. മമ്മൂട്ടി ഇത്ര സീനിയർ നടനാണ്, മറ്റുള്ള നടന്മാർക്ക് കൊടുത്തുകൂടി, ഇതിന് കിട്ടാൻ ചാൻസ് കുറവാണ്, അതിനേക്കാൾ നന്നായിട്ടാണ് ഈ പറഞ്ഞ പോലെ മറ്റുള്ള നടന്മാർ അഭിനയിച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട്, അതായത് എതിരാളികളിൽ നിന്നാണ്, എന്തിന് ആരാധകർക്ക് പോലും അത്ര കോൺഫിഡൻസ് കാണിക്കാറില്ല എന്നുള്ളതാണ്. അതുതന്നെയാണ് മറ്റൊരു അവഗണന. എന്താണേലും ഭ്രമയുഗം ഇന്ന് ഓസ്കാർ വേദിയിൽ, അല്ലെങ്കിൽ ഈ വരുന്ന ഫെബ്രുവരി 12 ഓസ്കാർ വേദിയിൽ പ്രദർശിപ്പിക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, എത്രത്തോളം നിങ്ങൾക്ക് ചവിട്ടിത്താത്താൻ തോന്നുന്നുവോ അത്രത്തോളം ഉയർന്നു വരും ഒരു പ്രതിഭ എന്നുള്ളതാണ്. അത് ഏത് വ്യക്തിയുടെ കാര്യത്തിലാണ്. സഞ്ജു സാംസൻ്റെ കാര്യം എടുത്താലും നമുക്ക് കാണാം, ഇത്ര നന്നായി കളിച്ചുകൊണ്ടിരുന്ന ഒരാളെ എങ്ങനെയാണ് BCCI ചവിട്ടി ഒരു കോണിലേക്ക് ഒതുക്കുന്നതെന്ന്. എന്നിട്ടും അയാൾ പൊങ്ങി വരുന്നു. കാരണം അതെല്ലാം ഹാർഡ് വർക്കിൻ്റെ കാര്യം തന്നെയാണ്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യവും കൂടിയുണ്ട്. ദേശീയ അവാർഡ് എത്ര വട്ടം മമ്മൂട്ടിയെ തഴയപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. എന്തിന്? ഈ ഒരു സിനിമ ഓസ്കാറിന് അയക്കാൻ പോലും കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇത്ര ഗംഭീരമായിട്ടുള്ള ഒരു സിനിമയുടെ ഭയങ്കര സംഭവം എന്നുള്ളതല്ല, ഒരു ഓസ്കാർ വേദിയിൽ ഈ ഒരു സിനിമ സെലക്ട് ചെയ്യപ്പെടണമെങ്കിൽ അതിന് പൂർണ്ണമായും ഓസ്കാറിന് അംഗീകരിക്കാം, അതായത് ഫോറിൻ ഫിലിംസിൻ്റെ പട്ടികയിൽ ഉൾക്കൊള്ളിക്കാവുന്ന ചിത്രമാണ് എന്നുള്ളത് ഓസ്കാർ അക്കാഡമി അല്ലെങ്കിൽ അവർ തന്നെ, സംഘാടകർ തന്നെ പറയാതെ പറഞ്ഞിരിക്കുന്നു എന്ന് തന്നെ പറയാം. എന്നിട്ടും ഇന്ത്യയിൽ നിന്ന് ഈ ഒരു സിനിമയെ തഴയപ്പെട്ടു എന്നുള്ളതാണ്. തീർച്ചയായും ഇത് ഒരു മമ്മൂട്ടിയുടെ കാര്യമല്ല, നല്ലതിനെ തഴയുന്നു എന്നുള്ളതാണ്. പലപ്പോഴും നമ്മൾ കാണാറുണ്ട്, ഒരു കാര്യം ചോദിക്കുമ്പോൾ മമ്മൂട്ടിക്ക് 100 കോടി ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ തിരിച്ചു ഒരു ഒറ്റ ചോദ്യം തന്നെയാണ്. ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് മിൽമ ബൂത്തിലോ അല്ലെങ്കിൽ പാല് മേടിക്കാൻ പോകുന്നിടത്തുമല്ല, ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് ബിവറേജസിൻ്റെ മുമ്പിലൊക്കെയാണ്. അപ്പോൾ കാര്യങ്ങൾ അത്ര തന്നെ ഉള്ളൂ എന്നുള്ളത് നമുക്കറിയാം. 100 കോടിയും 200 കോടിയും ഒക്കെ മസാല രീതിയിൽ വരുമ്പോൾ നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും കുറവായിരിക്കും എന്നുള്ളത്, അത് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ സമാധാനിക്കാനോ ഉള്ള പറച്ചിലല്ല എന്നുള്ളതും പറയാം. പക്ഷേ ഇത് രണ്ടും രണ്ട് കാറ്റഗറിയിൽ നിൽക്കുമ്പോൾ ഈ ഒരു സിനിമ കൊമേഴ്ഷ്യലായിട്ടും അതേപോലെ തന്നെ ആർട്ടിസ്റ്റിക് വാല്യൂ ആയിട്ടും ഗംഭീരമായിരുന്നു എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല. ഇവിടെ പ്രേക്ഷകർ നൽകിയ അവഗണനയ്ക്ക് മുകളിൽ ഇവിടെ സംസ്ഥാന അവാർഡിലും ദേശീയ അവാർഡിൽ വരുമ്പോൾ അവിടെയും അവഗണന പൂർണ്ണമായും നമ്മൾ പ്രതീക്ഷിക്കുകയും ചെയ്യുകയാണ്. കാരണം ഇക്കുറിയും നാഷണൽ അവാർഡ് ഈ ഒരു സിനിമയ്ക്ക് കൊടുക്കുമോ എന്നുള്ളത് സംശയം തന്നെയാണ്. സംശയം എന്നല്ല, 100% മലയാളി പ്രേക്ഷകർക്ക് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. കാരണം അങ്ങനെയാണ് നമ്മൾ കാണുന്നത്. പല തവണ മമ്മൂട്ടിയെ തഴഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ
ഈ കുറി അങ്ങനെ നൽകേണ്ടതാണ്. കാരണം അവഗണിക്കാൻ കഴിയില്ല. കാരണം ഓസ്കാർ വേദിയിൽ അത് തിരഞ്ഞെടുക്കുമ്പോൾ അത് കാണിച്ചു കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ്. കണ്ണ് തുറപ്പിക്കലാണ് എന്ന് പറയാം. പക്ഷേ എത്ര കണ്ണ് തുറപ്പിച്ചാലും കണ്ണടച്ചിരിക്കുന്നവൻ്റെ മുന്നിൽ അത് ഇരുട്ട് തന്നെയായിരിക്കും. കണ്ണടച്ചിരുട്ടാക്കുന്നവരെ നമുക്കൊരിക്കലും മാറ്റാനും കഴിയില്ല എന്നുള്ളതാണ്. ഇവിടെ ഒരു കാര്യം ഉറപ്പിക്കുകയാണ്, ഇവിടെ ഈ ഒരു സിനിമ ഓസ്കാറിന് പോയിരുന്നുവെങ്കിൽ തീർച്ചയായും അതിൽ എന്തെങ്കിലും ഒരു അവാർഡ് ഈ സിനിമയ്ക്ക് ലഭിച്ചേനെയുമെന്നുള്ളതാണ്. ഈ ഒരു സിനിമയുടെ സംവിധാനം അത്ര ഗംഭീരം. ഇതിൻ്റെ സംവിധായകൻ ഒരു പക്ഷേ നടനെയോ ബാക്കിയുള്ളവരെയോ ഒക്കെ എടുത്തു പറയുന്നതിന് മുകളിൽ ചർച്ച ചെയ്യേണ്ട ഒരു വ്യക്തി തന്നെയാണ്. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയായിട്ട് ഇതിനെ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ അതത്ര സിമ്പിളല്ല. അതിനൊരു ധൈര്യം വേണം. അതിനകത്തിൽ അയാളുടെ ഒരു വിഷൻ ഉണ്ടായിരുന്നു, വ്യൂ ഉണ്ടായിരുന്നു എന്ന് തന്നെ പറയാം. അത് തന്നെയാണ് അയാളെടുത്ത ആ ഒരു റിസ്ക് തന്നെയാണ്. ഇന്ന് ലോകത്ത് ഏത് സിനിമയ്ക്ക് മുന്നിലും ഇത് പ്രദർശിപ്പിക്കാൻ കഴിയുന്നതിൻ്റെ കാര്യവും അതുതന്നെയാണ്. വെറും 4 or 5 പേര്, അതിൽ തന്നെ 3 or 4 പേർ മാത്രം കേന്ദ്ര കഥാപാത്രങ്ങളായി. എന്നാൽ പ്രേക്ഷകനെ ഒരു നിമിഷം പോലും അവൻ്റെ മനസ്സിൽ നിന്ന് മാറ്റാതെ അതിലേക്ക് പിടിച്ച് ഇരുത്തുന്ന 5-ാമത്തെയോ 4-ാമത്തെയോ കഥാപാത്രമായി ആ സിനിമയിലുടനീളം കൊണ്ടുപോകാൻ കഴിയുന്നത് അത് ഡയറക്ടറിൻ്റെ ബ്രില്യൻസ് തന്നെയാണ്. മമ്മൂട്ടിക്ക് പുറമെ ബാക്കിയുള്ള നടീനടന്മാർ ചെയ്തതും മികച്ച പ്രകടനം തന്നെയാണ്. അവരുടെയൊക്കെ കരിയർ ബെസ്റ്റാണ്. അവരുടെ മാത്രമല്ല, ഒരുപക്ഷെ അവരുടെ ഒപ്പമുള്ള നടന്മാരുടെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മികച്ച പെർഫോമൻസ് തന്നെയാണ്. സിദ്ധാർത്ഥ് ഭരതനാണെങ്കിലും അർജുൻ അശോകനാണെങ്കിലും ഒക്കെ മികച്ച രീതിയിൽ തന്നെ ഈ ഒരു വേഷങ്ങൾ കൈകാര്യം ചെയ്തു. അതിൻ്റെയൊക്കെ അമരക്കാരനായി മമ്മൂട്ടി ചെയ്തു കഴിഞ്ഞപ്പോൾ എന്താണ് മെത്തേഡ് ആക്ടിംഗ് എന്നുള്ളതല്ല അവിടെ കാണിച്ചു തന്നത്, എന്താണ് ഡീറ്റെയിൽഡ് ആക്ടിങ്, എങ്ങനെയാണ് തുടക്കം കാണിക്കുന്ന ചില മാനറിസങ്ങൾ ആ സിനിമയിലെ ആ ക്യാരക്ടറിനെ ഉടനീളം കൊണ്ടുപോയപ്പോൾ അവസാനം നമുക്ക് മനസ്സിലാക്കുന്നു കൊടുമൺ പോറ്റിയായി വന്ന മമ്മൂട്ടി അതൊരു കൊടുമൺ പോറ്റി ആയിരുന്നില്ല, ചാത്തനായിരുന്നു എന്ന് തുടക്കം മുതലേ വിരലുകളിൽ, നോട്ടങ്ങളിൽ, ചിരികളിൽ ഇതെല്ലാം കാണാൻ കഴിഞ്ഞിരുന്നു. ഒരു പ്രേക്ഷകന് അത് നൽകുന്ന തൃപ്തി എത്രത്തോളമാണ് എന്നുള്ളത് ഇനിയെങ്കിലും ഒന്ന് ചിന്തിച്ചു നോക്കാം. ഇനിയും അവഗണിക്കപ്പെടും മമ്മൂട്ടി, ഇനിയും വരുന്ന നാളുകളിലും അവഗണിക്കപ്പെടും. അത് നമുക്ക് ഇന്ത്യൻ സിനിമയിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ഒരു കാര്യം നമുക്ക് ഉറപ്പിക്കാം, എത്രത്തോളം അവഗണിച്ചാലും അത് ഉയർന്നു തന്നെ വരും. കാരണം അത്രത്തോളം തേച്ച് മിനുക്കി തന്നെ ഒരു വ്യക്തി, അത് മമ്മൂട്ടി എന്നുള്ളതല്ല, സിനിമയിലായതുകൊണ്ട് കൂടുതലായി നമ്മൾ അതിങ്ങനെ പറയുന്നുണ്ടെങ്കിൽ ഇതല്ലാതെ ഒരുപാട് വ്യക്തികളുണ്ട് ഇങ്ങനെ ചവിട്ടിത്തേക്കലും അതിന് മുകളിൽ കയറിപ്പോകുന്നതും. ഒരുപാട് വമ്പൻ സക്സസ്സുകളിലുള്ള ഒരുപാട് പേരുടെയും രീതികളും സമാനം എന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്ന് ചിന്തിക്കുമ്പോൾ പറയാനുള്ള ഒരേ ഒരു കാര്യം തന്നെയാണ്, ബാക്കിയുള്ള നടന്മാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ പലർക്കും പല രീതികളുണ്ട്. ചിലരുടെ ബോഡി ലാംഗ്വേജ് ഡിഫറൻ്റ് ആയിരിക്കാം, ഇൻബോൺ ആക്ടേഴ്സ് ആയിരിക്കാം, ചിലർ മെയ്ഡ് ആക്ടറായിരിക്കാം മമ്മൂട്ടിയെ പോലെ. പക്ഷേ നമ്മളിൽ ഓരോ സാധാരണക്കാർക്കും സ്വപ്നം കാണാൻ നമുക്ക് എവിടെയെങ്കിലും പതറുമ്പോൾ തീർച്ചയായും ചിന്തിക്കാം, മുഹമ്മദ് കുട്ടി എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുണ്ട്, മമ്മൂട്ടി എന്നൊരു വ്യക്തിയുണ്ട്. അദ്ദേഹം എങ്ങനെയാണ് മുന്നോട്ട് പോയത്, എത്രത്തോളം അദ്ദേഹത്തെ മാറ്റി നിർത്താൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം എങ്ങനെ ഉയർന്നു വന്നു എന്നുള്ളത് അതിൽ ചിന്തിച്ചാൽ നമുക്കൊക്കെ ഒരു മോട്ടിവേഷൻ്റെ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ എന്താണേലും ഒരു കാര്യം നിങ്ങളോട് ചോദിക്കുകയാണ്, ഭ്രമയുഗം ഓസ്കാറിന് അയക്കാതെ പോയത് വളരെ മോശമല്ലേ എന്നുള്ളത്, എന്തുകൊണ്ട് അയച്ചിട്ടുണ്ടാകില്ല എന്നുള്ളത്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾക്കൊന്ന് കമൻസിലൂടെ പറയാം. വീഡിയോസ് ഇഷ്ടമായ സപ്പോർട്ട് ചെയ്തതിനാം ഗ്രീൻ മീഡിയ.